തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകം എന്നുള്ളതിനപ്പുറത്ത് ഇതിലൊരു പ്രാധാന്യവുമില്ല. ശബരിമലയുടെ പേരിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പണപ്പിരിവ് ലോകമെമ്പാടുമുള്ള വ്യാപാരികളെയും വ്യവസായികളെയും ക്ഷണിച്ചു വരുത്തി അവർക്ക് പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ഒരു ലോക കേരള സഭയുടെ മറ്റൊരു പതിപ്പ്, ആ പതിപ്പ് പമ്പയിൽ സംഘടിപ്പിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പണപ്പിരിവിനുള്ള ഒരു മാർഗമാക്കിയിട്ട് അയ്യപ്പ സംഗമത്തെ മാറ്റാൻ പോകുന്നു എന്നുള്ള ആശങ്കയാണ് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം അതിലും ഹീനമായിട്ടുള്ളൊരു തന്ത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അയ്യപ്പ സംഗമത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു. ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ അയ്യപ്പ സംഗമവും ഇനിയിപ്പോൾ നടത്താൻ പോകുന്ന ന്യൂനപക്ഷ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചർച്ച നടക്കുന്ന ന്യൂനപക്ഷ സംഗമവും എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ്. 9 വർഷക്കാലം ശബരിമലയെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും യാതൊരു വേവലാതിയില്ലാതിരുന്ന ആളുകൾ അവർ അയ്യപ്പ സംഗമം നടത്തുന്നത് പോലെ തന്നെ അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമാണ് 9 വർഷക്കാലം ഈ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഈ സർക്കാർ എന്താ പ്രത്യേകിച്ച് ചെയ്തിട്ടുള്ളത്?